ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു TMT കിച്ചൺ. അപ്പം നമ്മളിന്ന് ഒരു മുട്ടച്ചോറ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് നോക്കുന്നത്. ഈ വീഡിയോ മുഴുവനായിട്ട് എല്ലാവരും ഇരുന്ന് കാണണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഓക്കെ, വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്കിതിനാവശ്യമായ സാധനങ്ങൾ എന്ന് പറയുന്നത് വലിയ ഒരു സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്, പിന്നെ 3 പച്ചമുളക്, ക്യാരറ്റ്, ഒരു കഷ്ണം ഇഞ്ചി, 3 വെളുത്തുള്ളി, പിന്നെ കറിവേപ്പില, പിന്നെ ഇതിൻ്റെ മെയിൻ സാധനമായ നമ്മുടെ മുട്ട, 2 മുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 മുട്ട എടുത്ത് നന്നായി മിക്സ് ചെയ്ത് വെക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ചൂടായ പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലോട്ട് ഇടുന്നത് കടുക് പൊട്ടിയതിന് ശേഷം ഉഴുന്ന പരിപ്പ്, പിന്നെ പെരിഞ്ചീരകം. അപ്പോൾ ഉഴുന്ന പരിപ്പും പെരിഞ്ചീരകം ആവശ്യമുള്ളവർ ചേർത്താൽ മതി. നല്ല ടേസ്റ്റും നല്ല മണവും കിട്ടും, അതുകൊണ്ടാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ ഒരു തവണ ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ ഉണ്ടാക്കുമ്പോൾ ഒഴിവാക്കിയാൽ മതി, പക്ഷെ നല്ല ടേസ്റ്റാണ്. ഇനി ഇതിലോട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായി മൂത്ത് വന്നതിന് ശേഷം അല്പം കറിവേപ്പില അതിലോട്ട് ഇട്ട് കൊടുത്ത്, ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള അതിലോട്ട് ഇട്ട് കൊടുക്കാം. സവാള നന്നായി വഴന്ന് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടി, ആവശ്യത്തിനുള്ള ഉപ്പ് ഇടുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഉപ്പ് ആവശ്യത്തിന് ചേർക്കുക. അതിനുശേഷം നന്നായി വഴറ്റിയെടുക്കുക. ഓക്കെ, ഉള്ളി നന്നായി വഴന്ന് വന്നതിന് ശേഷം നമുക്ക് അതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റും പച്ചമുളകും ചേർത്ത് കൊടുക്കുക. ക്യാരറ്റ് നന്നായി പൊടി പോലെ അരിഞ്ഞതാണ്, അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്യുക. നന്നായി വഴിച്ചെടുത്തിട്ടുണ്ട്. ഇത് വഴന്നതിന് ശേഷം നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിൽ വേണ്ട മസാലപ്പൊടികൾ എന്ന് പറയുന്നത് അല്പം മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഞാൻ കാശ്മീരി മുളകാണ് ഇടുന്നത്, കുരുമുളക് പൊടി, എരിവിന് വേണ്ടി അല്പം കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്, പിന്നെ മല്ലിപ്പൊടി, അല്പം ഗരം മസാല. ഓക്കെ, ഇനി ഇത് നന്നായി ഇളക്കി പച്ചമണം മാറുന്ന വരെ നന്നായി വഴറ്റി കൊടുക്കണം. നന്നായി വഴന്ന് വന്നിട്ടുണ്ട്, അതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ഒഴിച്ചു കൊടുക്കുക. മുട്ട ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായി വഴറ്റുക. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, മുഴുവനായിട്ടിരുന്ന് കാണുകയും ചെയ്യണം കേട്ടോ. ഓക്കെ, പിന്നെ ഇതൊന്ന് ഉണ്ടാക്കി നോക്കുകയും ചെയ്യണേ. പിന്നെ മുട്ട വഴറ്റുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, കൈവിടാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ വലിയ പീസായി കിടക്കും. അപ്പോൾ അത് അത്ര കൊള്ളത്തില്ല, നമ്മൾ പ്രത്യേകിച്ച് മുട്ടച്ചോറിന് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ നന്നായി വഴറ്റി കൊടുക്കുക. കണ്ടോ, എല്ലാം വേറിട്ട് നിൽക്കുന്നുണ്ട്. ഇനി വേണ്ടത് നമുക്ക് ഇതിലോട്ട് നമ്മുടെ ചോറിട്ട് കൊടുക്കാം. കണ്ടോ, ഇത്രയേ ചോറുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് 2 പേർക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ചോറ് ഇതുപോലെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ഇപ്പം തന്നെ ഇട്ട് കൊടുക്കണം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കും. ഒരു 5 മിനിറ്റ് സിമ്മിലാക്കി വെച്ചിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ സൂപ്പർ മുട്ടച്ചോറ് റെഡി ആയിട്ടുണ്ട്. കഴിക്കാത്തവർ കഴിച്ച് നോക്കണം, ഉണ്ടാക്കാത്തവർ ഉണ്ടാക്കി നോക്കണം, അത്രയും ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ട എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഒരുപാട് 1000 സ്നേഹം. അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.